പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ വരുന്ന വീഡിയോകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്ന അടുത്ത ടോപ്പിക്കാണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും ബേസിക് മുതലാണ് തുടങ്ങുന്നത്. അപ്പം ഇതിൻ്റെയും ഫ്രാക്ഷൻ്റെ ബേസ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ ചെയ്ത കണക്കിനകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും കണക്കുണ്ടെങ്കിലോ ഏതെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലോ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ള ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിലോ ടോപ്പിക്ക് വേണമെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായ ടാഗോർ അക്കാഡമി എന്ന പേജിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. അടുത്ത പുതിയൊരു ടോപ്പിക്കാണ് ഫ്രാക്ഷൻ. എന്താണ് ഫ്രാക്ഷൻ നോക്കാം. എ നമ്പർ ഇൻ ദ ഫോം ഓഫ് p/q വെയർ q നോട്ട് ഈക്വൽ ടു 0. p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ഭാഗത്തെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഭിന്നസംഖ്യകൾ. ആ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഭിന്നസംഖ്യകൾ. അത് ഏത് ഫോമിൽ വരണം? p/q ഫോമിൽ വരണം. ദേ നോക്കിയേ, 7/11 എഴുതിയേക്കുന്നുണ്ടോ? 7/11. അങ്ങനെ മേളിലും താഴെ p/q എന്ന ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നു, q നോട്ട് ഈക്വൽ ടു 0. q എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതെ, ഈ താഴെ വരുന്ന ഈ ടേം 11 എന്നുള്ള ടേമിൻ്റെ ഭാഗത്ത് എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. ആൻഡ് p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ്. അതുകൂടാതെ ഈ പിയും ക്യൂവും നമ്മൾ എഴുതുന്ന p/q എന്ന ഫോമിലുള്ള ഈ പിയും ക്യൂവും എന്താകണം? ഇൻറ്റിജേഴ്സ് ആകണം. ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. p ആൻഡ് q ഇൻറ്റിജർ ആകണം. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഫ്രാക്ഷൻ നമ്പർ? p/q ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അതിൽ q താഴത്തെ ടേം q എന്ന് പറയുന്നത് 0 ആകാൻ പാടില്ല. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. ഇനി p/q എന്ന ടേമിനകത്തിലെ മുകൾ ഭാഗത്തുള്ള ഈ p എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ന്യൂമറേറ്റർ. അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് അംശം എന്ന് വിളിക്കാം. അംശം. അതേപോലെ കിടക്കുന്ന ഈ ടേമിനെ നമുക്ക് വിളിക്കാം ഡിനോമിനേറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഛേദം എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പം ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് p/q ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അതിൽ താഴെയുള്ള ടേം ക്യൂവിൻ്റെ ടേം എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതുപോലെ മുകളിൽ കിടക്കുന്ന ഈ p എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ന് വിളിക്കുന്നു. താഴെയുള്ള q എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് വിളിക്കുന്നു. ദേ 7/11. ഇതിനകത്തിലെ 7നെ നമ്മൾ ന്യൂമറേറ്റർ എന്നും 11നെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും വിളിക്കുന്നു. മനസ്സിലായല്ലോ? എ ഫ്രാക്ഷൻ ഈസ് നോൺ ആസ് ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം ഇഫ് HCF ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് 1. ഒരു ഫ്രാക്ഷനെ എപ്പോഴാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമാണ് എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരു ഫ്രാക്ഷനെ കണ്ടിട്ട് അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് ആ ഫ്രാക്ഷൻ കിടക്കുന്നതെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഈ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും HCF എന്ന് പറയുന്നത് 1 ആകുമ്പോൾ, ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും HCF 1 ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആ ഫ്രാക്ഷൻ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് കിടക്കുന്നതെന്ന്. ഉദാഹരണം നോക്കിയേ, 7/11. ഇതിൻ്റെ HCF എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അതിൻ്റെ HCF 1 ആയിരിക്കും. HCFും LCMനെയും കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് HCF കാണുന്നതെന്നും LCM കാണുന്നതെന്നും ഡിസ്കസ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഇപ്പം ഇത്രയും ആലോചിക്കുക. ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും HCF 1 ആകുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് അത് ഫ്രാക്ഷൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്രാക്ഷൻ എന്താണ്? p/q ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ q എന്ന് പറയുന്ന ടേം 0 ആകാൻ പാടില്ല. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതുപോലെ മുകളിലുള്ള p എന്ന ടേമിനെ ന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നു. താഴെയുള്ള q എന്ന ടേമിനെ ഡിനോമിനേറ്റർ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ഏതൊക്കെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്? ഫ്രാക്ഷൻസ് ഏതൊക്കെ തരത്തിലുണ്ട്? ഫസ്റ്റ് വൺ പ്രോപ്പർ ഫ്രാക്ഷൻ.
പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ നോക്കിയേ, ഇഫ് ഇൻ ഫ്രാക്ഷൻ പി ബൈ ക്യൂ അല്ലേ, പി ബൈ ക്യൂ ടേമിൽ വരുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ പി ഈസ് ലെസ് ദാൻ ക്യൂ, പി എന്ന് പറയുന്നത് ക്യൂവിനേക്കാൾ ചെറുതായിരിക്കണം. പി ഈസ് ലെസ് ദാൻ ക്യൂ, പി എന്ന് പറയുന്നത് ക്യൂവിനേക്കാൾ ചെറുതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കണം. ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ കുറേ എക്സാമ്പിൾ പറയുന്നുണ്ട്. 3/11 നോക്കിയേ, ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതല്ലേ ന്യൂമറേറ്റർ, 11നേക്കാൾ ചെറുതല്ലേ 3, അപ്പം ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ആര്, ന്യൂമറേറ്റർ. അടുത്ത് നോക്കിയേ 15/17, 15/17 നോക്കിയേ, ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതല്ലേ ന്യൂമറേറ്റർ. അടുത്ത 21/43 നോക്കിയേ, ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതല്ലേ ന്യൂമറേറ്റർ. അപ്പം ഇങ്ങനെ വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താ, ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കും ആര്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ, 3/11 ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 3/11 ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു പോയിൻ്റ് കൊടുക്കുന്നു 0, 2 22, 8 0, ദെൻ 7 77, ഇത്രയും ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഡിനോമിനേറ്ററിനെ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനകത്തിൽ നമ്മൾ ആൻസർ കാണുമ്പോൾ 0.27 കണ്ടോ. ഇത് ഏത് നമ്പർ കണ്ടാലും, ഏത് പ്രോപ്പർ ഫ്രാക്ഷനകത്തിലെ ഏതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടാലും അതിൻ്റെ ആൻസർ 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനിലെ നമ്പർ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. മനസ്സിലായോ? രണ്ടാമത്തതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇവിടെ നോക്കിയേ, ഇഫ് ഇൻ ഫ്രാക്ഷൻ പി ബൈ ക്യൂ ഫോമിൽ തന്നെ ആയിരിക്കും. പി ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്, പി എന്ന് പറയുന്ന ന്യൂമറേറ്റർ എന്തിനേക്കാൾ വലുതാണ്, ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ 11/7 ഡിനോമിനേറ്ററായ 7നേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. അതേപോലെ 17/30 നോക്കിയേ, ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് 17 അല്ലെങ്കിൽ ന്യൂമറേറ്റർ. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 1നേക്കാൾ വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പം പ്രോപ്പർ ഫ്രാക്ഷനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1നേക്കാൾ ചെറുതായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും. എന്നാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1നേക്കാൾ വലുതായിരിക്കും. അപ്പം പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഫോമിൽ വരണം. ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കണം ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഇംപ്രോപ്പർ ഫ്രാക്ഷനകത്തിൽ തിരിച്ചു പറയണം. എന്താ, ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിരിക്കും ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പിലേക്ക് പോവാം. മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, എന്താ മിക്സഡ് ഫ്രാക്ഷൻ? എ ഫ്രാക്ഷൻ വിച്ച് ഈസ് ഫോം വിത്ത് ഇൻറ്റിജർ ആൻഡ് എ ഫ്രാക്ഷൻ ഈസ് നോൺ ആസ് മിക്സഡ് ഫ്രാക്ഷൻ. എന്താ മിക്സഡ് ഫ്രാക്ഷൻ പറയുന്നത്? അതിനകത്തിലൊരു ഇൻറ്റിജറും കാണും, ഒരു ഫ്രാക്ഷനും കാണും. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻറ്റിജർ കാണും, ഒരു ഫ്രാക്ഷൻ കാണും. അതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7 1/3. നോക്കിയേ, ഇതിനകത്ത് 7 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറുണ്ട്, ഒരു 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് വരുന്ന മിക്സായി വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത 7 1/9, 11 9/3. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്തൊരു ഇൻറ്റിജർ വരും, അതിനകത്തൊരു ഫ്രാക്ഷനും വരും. ഇതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 ടൈപ്സ് പറഞ്ഞു: പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറും കൂടെ ആരും കാണും, ഒരു ഫ്രാക്ഷനും കാണും. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഒരു മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ കണക്കിനകത്തിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനകത്ത് മിക്സഡ് ഫ്രാക്ഷനും കൂടെ തരും. അപ്പോൾ നമ്മൾ നേരെ അതിനെ നോർമൽ ഫ്രാക്ഷനിലാക്കിയിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ നോർമൽ ഫ്രാക്ഷനിലേക്ക് ആക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 1/3 കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ. ഇതിനകത്ത് എന്തുണ്ട്, ഒരു ഇൻറ്റിജറുണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട്. ഇവിടുത്തെ ഇൻറ്റിജർ ആരാ, 7 അല്ലേ. അപ്പോൾ ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 7നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 7 × 3. അതിൻ്റെ കൂടെ ന്യൂമറേറ്ററായിട്ട് കിടക്കുന്ന 1 കൂട്ടണം. 7നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് +1 കൂട്ടണം. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആരാണോ അതേ ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7 × 3 21 +1 / 3 22 / 3 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ എന്താ ചെയ്തത്? ആദ്യം ഇൻറ്റിജറിനെ തന്നേക്കുന്ന ആ ഇൻറ്റിജറിനെ ഡിനോമിനേറ്ററുമായിട്ട് ഇൻറ്റു ചെയ്യുന്നു, പ്ലസ് ന്യൂമറേറ്റർ കൂട്ടുന്നു, ഡിവൈഡഡ് ബൈ ഏത് ഡിനോമിനേറ്റർ ആണോ കിടക്കുന്നത് അത് തന്നെ ഇവിടെ. ദെൻ 7 × 3 21 +1 22 / 3. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 4 3/5. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം, നോർമൽ ഫ്രാക്ഷനിലാക്കാൻ എന്ത് ചെയ്യണം, 4 × 5 +3 ഡിനോമിനേറ്റർ കൂട്ടണം, +3. ഏതാ ഡിനോമിനേറ്റർ വരുന്നത്? ക്വസ്റ്റിനകത്തിലെ മിക്സഡ് ഫ്രാക്ഷനകത്തിലെ ഏത് ഡിനോമിനേറ്റർ ആണോ ഉള്ളത് അതേ ഡിനോമിനേറ്റർ. ആൻസർ 20 + 3 / 5 23 / 5. ഇതാണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതെന്ന് മനസ്സിലായല്ലോ. എന്താ ചെയ്യേണ്ടത്? 7 × 3 അല്ലേ, എന്താണോ ഇൻറ്റിജർ തരുന്ന ആ ഇൻറ്റിജറിനെ കൂടുള്ള ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ദെൻ പ്ലസ് അതിൻ്റെ കൂടെയുള്ള ന്യൂമറേറ്റർ കൂട്ടുക, ഡിവൈഡ് ബൈ ഏത് ഡിനോമിനേറ്റർ ആണോ കിടക്കുന്നത് അത് തന്നെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എങ്ങനെയാണ് ഒരു നോർമൽ ഫ്രാക്ഷനെ ഒരു മിക്സഡ് ഫ്രാക്ഷനാക്കി കൺവെർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു നോർമൽ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കി കൺവെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം നമുക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ നോർമൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആൻസർ ചിലപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്നും കൂടെ പഠിച്ചിരിക്കാം. ഇതേ കഴിഞ്ഞ കണക്ക് തന്നെ നോക്കിയാൽ കഴിഞ്ഞ കണക്ക് വന്ന 22 / 3 അതെടുക്കാം. 22 / 3 ഇതിപ്പോൾ ഒരു നോർമൽ ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര? 7 ടൈംസ് അല്ലേ, 21 ബാലൻസ് 1. ഇത്രയും ചെയ്യുമല്ലോ. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ 7 കോഷ്യൻ്റ് കിട്ടി, 1 എന്ന് പറയുന്നത് റിമൈൻഡർ കിട്ടി അല്ലേ. കോഷ്യൻ്റ് കിട്ടിയ 7നെ നമ്മൾ ആദ്യം എടുത്ത് എഴുതുന്നു. അതാണ് നമ്മുടെ ഇൻറ്റിജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടിയത് 7 ആണ് കോഷ്യൻ്റ്. ബാക്കി ഏതാണോ ഡിവിസറായിട്ട് നമ്മൾ ഏത് നമ്പറാണോ എടുത്തത് അതിനെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എടുക്കുക. ഡിവിസറായിട്ട് എടുത്ത ഏത് നമ്പറാണോ അതിനെ നമ്മൾ എന്താക്കി എടുത്തു, ഡിനോമിനേറ്ററായിട്ട് എടുത്തു. ഡിവൈസറായിട്ട് ഏത് നമ്പറാണോ നമ്മളെടുത്തത് അതിനെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എടുത്തു. ഇനി റിമൈൻഡർ കിട്ടിയ 1 ഉണ്ടല്ലോ, അതിനെ നമ്മൾ ന്യൂമറേറ്ററായിട്ട് എടുക്കും. മനസ്സിലായോ? എന്താ, കോഷ്യൻ്റ് കിട്ടിയ നമ്പറിനെ നമ്മൾ ആ പൂർണ്ണസംഖ്യയായിട്ട് എടുക്കും, അല്ലെങ്കിൽ ആ ഇൻറ്റിജറായിട്ട് എടുക്കും. ദെൻ അടുത്തത് എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത്, ഇവിടുത്തെ ഡിവൈസർ അല്ലെങ്കിൽ ഡിവിസർ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എടുക്കുന്നു, റിമൈൻഡറിനെ നമ്മൾ ന്യൂമറേറ്ററായിട്ടും എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടി മിക്സഡ് ഫ്രാക്ഷൻ. മനസ്സിലായോ? ഇതേ അടുത്ത കണക്കും കൂടെ ചെയ്യാം. 23 / 5 ഇതിനെ എന്താക്കി മാറ്റുക, ഒരു മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുക. എന്ത് ചെയ്യണം? 23യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര? 4 ടൈംസ് 20 ബാലൻസ് 3, റിമൈൻഡർ 3 എന്ന് കിട്ടി. എന്ത് ചെയ്യണം? ആദ്യം കോഷ്യൻ്റ് എടുത്ത് എഴുതണം 4. ദെൻ ഡിവൈസറിനെ ഡിനോമിനേറ്ററായിട്ട് എഴുതുക 5. റിമൈൻഡർ കിട്ടിയ 3യെ ന്യൂമറേറ്ററായിട്ട് എഴുതുക 4 3/5. ഓക്കെ, ആൻസറല്ലേ നമുക്ക് മുമ്പ് ചെയ്തത് 4 3/5. മനസ്സിലായോ? അപ്പോൾ ഒരു നോർമൽ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും പഠിച്ചു, മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷൻ ആക്കാനും പഠിച്ചു. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഫ്രാക്ഷൻ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു, സെക്കൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, തേർഡ് മിക്സ്ഡ് ഫ്രാക്ഷൻ, അടുത്തതാണ് ലൈക്ക് ഫ്രാക്ഷൻ. എന്താ ലൈക്ക് ഫ്രാക്ഷൻ?
ദോസ് ഫ്രാക്ഷൻ ഹൂസ് ഡിനോമിനേറ്റർ ആർ സെയിം ആർ നോൺ ആസ് ലൈക്ക് ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. നോക്കാം എക്സാമ്പിൾ 7/19, 1/19, 3/19. ഓക്കെ, ഇതിനകത്തിലെല്ലാം ഡിനോമിനേറ്റർ ആരാ? 19 എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ സെയിമാണ്. അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കിയേ അൺലൈക്ക് ഫ്രാക്ഷൻസ്. എന്താ അൺലൈക്ക് ഫ്രാക്ഷൻസ്? ദോസ് ഫ്രാക്ഷൻസ് ഹൂസ് ന്യൂമറേറ്റർ ആർ സെയിം. ഇവിടെ സെയിം ആയിട്ട് വരുന്നത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ ആർ സെയിം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. 11/13, 11/17, 11/5, 11/4. ഇവിടെ എല്ലാം നോക്കിയേ ആരാ സെയിം ആയിട്ട് വന്നത്? ആരാ? ന്യൂമറേറ്ററാണ് അല്ലേ? ന്യൂമറേറ്ററാണ് ഇവിടെ സെയിം ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെ അൺലൈക്ക് ഫ്രാക്ഷൻ എന്നും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നതിനെ ലൈക്ക് ഫ്രാക്ഷൻ എന്നും വിളിക്കുന്നു. മനസ്സിലായല്ലോ ഇത്രയും? അടുത്ത് നോക്കിയേ ഡെസിമൽ ഫ്രാക്ഷൻസ്. എന്താ ഡെസിമൽ ഫ്രാക്ഷൻസ്? നോക്കിയേ ഡെഫിനേഷൻ നോക്കിയേ. ദോസ് ഫ്രാക്ഷൻസ് ഹൂസ് ഡിനോമിനേറ്റർ ആർ 10 ഓർ പവർ ഓഫ് 10. ഡിനോമിനേറ്റർ 10 10ൻ്റെ പവറായിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെസിമൽ ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിനോമിനേറ്റർ 10 ആയിരിക്കും, അല്ലെങ്കിൽ 10ൻ്റെ ഏതെങ്കിലും പവേഴ്സ് ആയിരിക്കും. 100, 1000, 10,000 അങ്ങനെ 10ൻ്റെ ഏതെങ്കിലും പവേഴ്സ് ആയിരിക്കും ഡിനോമിനേറ്റർ വരുന്നത്. അപ്പം ഡിനോമിനേറ്റർ 10 10ൻ്റെ പവറോ വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 3/10. ഓക്കെ, 7/1000. ഇതൊക്കെ നോക്കി ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൽ ആരാ കിടക്കുന്നത്? 10ഓ 10ൻ്റെ പവറോ ആണ് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിനെ നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കാം. അപ്പം ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിനോമിനേറ്ററിൽ 10ഓ അല്ലെങ്കിൽ 10ൻ്റെ പവറോ വരുന്ന നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷനായിട്ട് എടുത്ത 3/10 ഇതിൻ്റെ വാല്യൂ എന്താണ്? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 310 അല്ലേ? ന്യൂമറേറ്ററാണ് എപ്പോഴും നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ഡിവൈസർ ഡിനോമിനേറ്റർ ആണ്. അപ്പം 3/10 നോക്കാം, ഒന്ന് ചെയ്ത് നോക്കാം. 3ക്കകത്ത് പറ്റുമോ? ഇല്ല. അപ്പം നമ്മളിവിടെ ഒരു പോയിൻ്റ് കൊടുക്കുന്നു. ദെൻ ഇവിടെ 0 കിടക്കുന്നു. 3. നമുക്ക് ആൻസർ 30. 0 റിമൈൻഡ്. അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ ആൻസർ എത്ര കിട്ടി? 0.3 എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്തൊരു നമ്പർ 7/100. 7/100 നോക്കിയേ. 7/100 എത്ര? ഒരു പോയിൻ്റ് കൊടുക്കുമ്പം ഒരു 0 വീണ്. അപ്പം 70നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഒരു 0യും കൂടെ ഇടണം അല്ലേ? അപ്പോൾ ഒരു 0യും കൂടെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കോഷ്യൻറ്റിൽ ഒരു 0 ഇട്ട് കൊടുക്കുക, ഇവിടെയും ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 700 അല്ലേ? എത്ര തവണ? 7 തവണ 700. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 0.07. ഇനി വേറൊരു നമ്പർ ഞാൻ ചെയ്യുന്നു. 25/1000 ചെയ്ത് നോക്കിയേ. 25/1000 ചെയ്യാൻ പറ്റുമോ? 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളിവിടെ പോയിൻ്റ് കൊടുക്കുന്നു, ഒരു 0 കൊടുത്തു. 250 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം മേളിൽ ഒരു 0 കൊടുക്കുന്നു, ഇവിടെ ഒരു 0 കൊടുക്കുന്നു. 2500 എത്ര തവണ? 2 തവണ 2000. ബാക്കി 500. ഇവിടെ പോയിൻ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. ദെൻ 5000. അപ്പോൾ എത്ര തവണ? 5. അപ്പം 25നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.025. ഈ 3 കണക്കിനകത്തിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഇതേ നോക്കിയേ.
10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0.3 എന്ന് കിട്ടി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 0.3 കിട്ടി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 0.07 കിട്ടി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 0.025 കിട്ടി. ഓക്കെ, ഇവിടെ 10ന് ഒരു 0 ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്ത ആൻസറിനകത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാണ് വന്നത്. ഇവിടെ 100ന് 2 0 ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ആൻസറിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വന്നു. ഇവിടെ 1000നകത്ത് 3 0 ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ആൻസറിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് വന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി മുതൽ ഡയറക്റ്റായിട്ട് എഴുതാം. 6 ഡിവൈഡഡ് ബൈ 10. നമുക്ക് ആൻസർ എഴുതാം. എന്തായിരിക്കും നോക്കിയേ, ന്യൂമറേറ്റർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. താഴെ 0ക്കകത്തിലെ താഴെ 10നകത്ത് ഒരു 0 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് ന്യൂമറേറ്റർ അതേപോലെ എടുത്ത് എഴുതും. 0.6. അങ്ങനെയല്ലേ ഇവിടെയും ചെയ്തേക്കുന്നത്. നോക്കിയേ, ഡിനോമിനേറ്ററിൽ ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു പോയിൻ്റ് കൊടുത്തു. പോയിൻ്റ് കഴിഞ്ഞിട്ട് ന്യൂമറേറ്റർ അതേപോലെ എടുത്ത് എഴുതി. ഇവിടെ നോക്കിയേ, ആദ്യം ന്യൂമറേറ്റർ അതേപോലെ എടുത്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം വേണം. അത് ഒരു സ്ഥാനമേ ഉള്ളൂ. ദെൻ നമ്മളൊരു 0 കൂടി ഇട്ടിട്ട് പോയിൻ്റ് ഇട്ടു. അപ്പം 2 സ്ഥാനമായി. നമ്മൾ പറയാം 6 ഡിവൈഡ് ബൈ 100. അപ്പം ചെയ്യുമ്പോൾ എത്ര കിട്ടുമായിരിക്കും നമുക്ക്? അതേ ന്യൂമറേറ്റർ തന്നെ എഴുതുക. ഇവിടെ 2 0 ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 0 കൂടി ഇട്ട് 2 ഡിജിറ്റ് ആക്കിയിട്ട് പോയിൻ്റ് കൊടുക്കാം. അപ്പം 0.06 എന്ന് കിട്ടി. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, 6 ഡിവൈഡ് ബൈ 1000. എന്ത് ചെയ്യും നമ്മൾ? ന്യൂമറേറ്റർ അതേപോലെ എഴുതി. ഇവിടെ 3 0 ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ? 3 സ്ഥാനം വേണം അല്ലേ. 2 0 ഇട്ട് 3 സ്ഥാനമായി. എന്നിട്ടൊരു ഡെസിമൽ കൊടുത്തു. മനസ്സിലായോ? അപ്പം താഴെയുള്ള നമ്പേഴ്സിനകത്തിൽ 10 10ൻ്റെ പവറോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനകത്ത് എത്ര 0 ഉണ്ടെന്ന് നോക്കുക. അതനുസരിച്ച് അത്രയും ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിനകത്തിൽ പോയിൻ്റ് കൊടുത്തിട്ട് ആൻസർ എഴുതുക. മനസ്സിലായല്ലോ? ന്യൂമറേറ്റർ തന്നെ ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് വരുന്നത്. പക്ഷേ താഴെയുള്ള പവറിനകത്ത് എത്ര 0 ഉണ്ടോ അത്രയും ഡിജിറ്റ് മാറ്റി എന്ത് കൊടുക്കും, നമ്മൾ ഡെസിമൽ കൊടുക്കും. കുറച്ച് നമ്പേഴ്സ് എഴുതി നോക്കാം. 121 ഡിവൈഡ് ബൈ 100. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഡിനോമിനേറ്റർ അതേപോലെ എഴുതി. ഓക്കെ, 100നകത്ത് എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എണ്ണാൻ തുടങ്ങണം. 2 ഡിജിറ്റ് മാറ്റിയിട്ട് നമ്മൾ പോയിൻ്റ് കൊടുക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1.21. 333 ഡിവൈഡഡ് ബൈ 100. എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? ന്യൂമറേറ്റർ അതേപോലെ എഴുതുക. 100നകത്ത് ഡിനോമിനേറ്റർ എത്ര 0 ഉണ്ടെന്ന് നോക്കുക. അത്രയും ഡിജിറ്റ് മാറ്റി നമ്മൾ കുത്തിടണം. 1 2 ഡിജിറ്റ് മാറ്റി കുത്തുക. അപ്പം 3.33. ഇനി 11 ഡിവൈഡ് ബൈ 1000. ഓക്കെ, ന്യൂമറേറ്റർ അതേപോലെ എഴുതി. ഡിനോമിനേറ്ററിനകത്ത് എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. പക്ഷേ ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റ് മാറ്റിയാണ് പോയിൻ്റ് ഇടേണ്ട അല്ലേ. അതുകൊണ്ട് ഒരു 0 കൂടെ കൊടുത്തിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ടു. അപ്പം 0.011. മനസ്സിലായല്ലോ? ഇതാണ് ഡെസിമൽ ഫ്രാക്ഷൻസ്. അടുത്തത്, ഈ ഡെസിമൽ ഫ്രാക്ഷൻസ് പല തരത്തിലുണ്ട്. അതിൻ്റെ ടൈപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റിക്കറിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ. എന്താ റിക്കറിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ? എ ഫ്രാക്ഷൻ ഇൻ വിച്ച് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ ആർ റിപ്പീറ്റഡ് ഇൻ എ മാനർ. ഈ ഡെസിമൽ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്പർ എഴുതുക. ഈ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പർ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണെങ്കിൽ അതിനെയാണ് റിക്കറിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 3 3 3 എന്നും പറഞ്ഞ് ഇങ്ങനെ പോകും. 3 3 3 ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അല്ലെങ്കിൽ 0.1111 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അല്ലെങ്കിൽ 0.2222 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പം എ ഫ്രാക്ഷൻ ഇൻ വിച്ച് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ, ഡെസിമലിന് ശേഷമുള്ള ആ നമ്പർ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ആ റിപ്പീറ്റഡ് ഇൻ എ മാനർ, പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതിനെ റിക്കറിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ റിക്കറിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫ്രാക്ഷൻ രൂപം എന്ന് അറിയാമോ? ഏതൊരു നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏത് നമ്പറിനെയും 9 കൊണ്ട്. ഉദാഹരണം 1/9
ആൻസർ നമുക്ക് കിട്ടും 0.111 ഇങ്ങനെ പോകും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 2/9 ആൻസർ 0.2222. 3/9 ആൻസർ 0.3333. ഇങ്ങനെ 4/9 ഈക്വൽ ടു 4/9 വരുമ്പോൾ 0.444. 5/9 ആണെങ്കിൽ 0.555. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിക്കറിങ് ഫ്രാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിട്ട് വരിക, 9 ആയിട്ട് വരുവാണെങ്കിൽ അത് റിക്കറിങ് ഫ്രാക്ഷൻ ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ. ഇനി റിക്കറിങ് ഫ്രാക്ഷനകത്ത് ഇതേ 3/9 കണ്ടോ, ഈ ഫ്രാക്ഷൻ കണ്ടോ, നമ്മളെന്താ പറഞ്ഞത്, ഒരു ഫ്രാക്ഷൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്, അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെയും HCF എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഇവിടെ നോക്കിയേ 3ഉം 9ഉം രണ്ടെണ്ണത്തിൻ്റെ HCF ഒന്ന് നോക്കിയേ, 3 1 3. ഇവിടുത്തെ HCF 3 അല്ലേ? അപ്പോൾ ഇത് സിംപ്ലസ്റ്റ് ഫോം ആണോ? അല്ല. അപ്പോൾ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, ഏതാണോ HCF ആ HCF കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 3/3. അതേപോലെ ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പം ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക, HCF കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പം 3/3 ആൻസർ കിട്ടും 1. 9/3 ആൻസർ കിട്ടും 3. അപ്പം 3/9ൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് 1/3. എങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോം വേണ്ടത്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിൻ്റെയും HCF എടുക്കുക, HCFനെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്റർ കൊണ്ടും ഡിവൈഡ് ചെയ്യുക, നമുക്ക് കിട്ടുന്നതായിരിക്കും സിംപ്ലസ്റ്റ് ഫോം. അപ്പം 1/3യുടെയും അങ്ങനെയാണെങ്കിൽ അതും ഒരു റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ അല്ലേ, അതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും നോക്കിയേ, 3 അല്ലേ ഇവിടെ വരുന്നത്, അപ്പം 0.333. 0.333 ഇങ്ങനെ പോവും. മനസ്സിലായോ? അപ്പോൾ റിക്കറിങ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയേ, നമുക്ക് ആൻസർ 0.0333 എന്ന് കിട്ടത്തില്ലേ, ഇതിന് നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാവോ, ഇങ്ങനെ കിട്ടുന്ന ആൻസറിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ, 0.3 എഴുതിയിട്ട് ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മേളിൽ ഇത് ഇങ്ങനൊരു ബാർ കൊടുക്കും. കണ്ടോ, 0.3 എഴുതിയിട്ട് ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മേളിൽ ഇങ്ങനൊരു ബാർ കൊടുക്കും. ഇതിൻ്റെ അർത്ഥം, ഈ ഇങ്ങനെ ഒരു ബാർ കിടക്കുന്നതിൻ്റെ അർത്ഥം എന്താ, ഈ ബാർ കിടക്കുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ. അടുത്തത് പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. അടുത്താണ് പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. എന്താണെന്ന് നോക്കാം. എ ഫ്രാക്ഷൻ ഇൻ വിച്ച് ഓൾ ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ ആർ റിപ്പീറ്റഡ് ഇൻ എ സർട്ടൈൻ മാനർ. എന്താ പറഞ്ഞേക്കുന്നത്, ഡെസിമലിന് ശേഷമുള്ള അല്ലെങ്കിൽ പോയിന്റിന് ശേഷമുള്ള എല്ലാ നമ്പറുകളും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന നമ്പർ കണ്ടോ, 0.476. ഈ നമ്പർ തന്നെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെ 476 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം എന്താ ഇവിടെ നോക്കിയേ, 0.476 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 0.476 എന്നിട്ട് മേളിൽ ഇത് ഇങ്ങനെ ഒരു ബാർ. ആ ബാർ കിടക്കുന്ന ഏതൊക്കെ നമ്പറിൻ്റെ മേളിലാണോ അത് ഇത്രയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഓക്കെ. കൺവെർട്ട് ദീസ് ഫ്രാക്ഷൻ ഇൻറ്റു സിമ്പിൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഫ്രാക്ഷനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഓൾ റിപ്പീറ്റഡ് ഡിജിറ്റ്സ് വൺസ് ഇൻ എ നമ്പർ ആൻഡ് പ്ലേസ് ആസ് മെനി നയൻസ് ഇൻ ദ ഡിനോമിനേറ്റർ ആസ് ദ നമ്പർ ഡിജിറ്റ്സ് റിപ്പീറ്റിംഗ്. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ 0.3 മേളി വരെ ഇടുന്നു. അതിൻ്റെ അർത്ഥം എന്താ, 0.333 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമെന്നല്ലേ. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന അർത്ഥം. അതിനെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എങ്ങനെ എഴുതിയേ, 3/9 അല്ലേ. ഒരു ഡിജിറ്റാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ ഒരു ഡിജിറ്റ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ 9 ആകും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ നോക്കിയേ, 0.476 ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു
അല്ലേ? ഇവിടെ നോക്കിയേ എത്ര ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രാക്ഷൻ എഴുതാമെന്ന് എങ്ങനെയാണെന്നറിയാമോ? 476 ഡിവൈഡ് ബൈ എത്ര ഡിജിറ്റാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9s ഇട്ട് കൊടുക്കണം. ഇവിടെ 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 9s ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കിയാൽ അടുത്ത ആൻസർ നോക്കിയാൽ 0.57. ഇവിടെ നോക്കിയേ ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നോക്കിയാൽ 5ൻ്റെയും 7ൻ്റെയും മേളിലുണ്ട് ബാർ അല്ലേ? അപ്പോൾ ഏതായിരിക്കും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്? 5ഉം 7ഉം റിപ്പീറ്റ് ചെയ്യും. അപ്പം 5757 ഇങ്ങനെ പോകും അല്ലേ? ഇതിൻ്റെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുക എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? നമ്മളെന്താ പറഞ്ഞത്? ഡിനോമിനേറ്ററായിട്ട് ആ നമ്പർ എഴുതുക. ഇനി എത്ര ഡിജിറ്റാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9s കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, എത്ര ഡിജിറ്റ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്ര 9s വരും? 2 9s വരും. മനസ്സിലായോ? അപ്പോൾ 3 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 9s വരും. 2 നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 2 9s വരും. ഒരു നമ്പർ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 9 വരും. മനസ്സിലായല്ലോ? അടുത്തത് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. അടുത്ത ടൈപ്സ് ആണ് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. എന്താ? ഓക്കെ, എ ഫ്രാക്ഷൻ ഇൻ വിച്ച് സം ഡിജിറ്റ്സ് ആർ റിപ്പീറ്റഡ് ആൻഡ് സം ആർ നോട്ട് റിപ്പീറ്റഡ്. ഇതാണ് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. അപ്പം ആദ്യം നമ്മൾ റിക്കറിങ് ഫ്രാക്ഷൻ പഠിച്ചു. എന്താ റിക്കറിങ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് നമ്മൾ പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ പഠിച്ചു. എന്താ? ഡെസിമലിന് ശേഷം വരുന്ന നമ്പേഴ്സ് അതേ ക്രമത്തിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. എന്ന് വെച്ചാൽ എന്താ? ചില ഡെസിമൽ കഴിഞ്ഞ് വരുന്ന ചില നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ചിലത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഉദാഹരണത്തെ 0.36. ഓക്കെ, ഈ നമ്പറിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഇത് 6ൻ്റെ മേളിൽ മാത്രമേ ഉള്ളൂ ഈ വര കിടക്കുന്നത്. അതിനർത്ഥം എന്താ? ഈ നമ്പറിനകത്ത് 0.36 എന്ന നമ്പറിനകത്ത് 6 മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നോക്കിയേ 3 റിപ്പീറ്റ് ചെയ്തോ? 3 റിപ്പീറ്റ് ചെയ്തില്ല. എന്ത് മാത്രമേ റിപ്പീറ്റ് ചെയ്തോളൂ? 6 മാത്രമേ റിപ്പീറ്റ് ചെയ്തോളൂ. അതാണ് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. ചില നമ്പർ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും, ചില നമ്പർ റിപ്പീറ്റ് ചെയ്യത്തില്ല. 0.725. ഓക്കെ, എന്നിട്ട് മേളിലാണ് ആ വര കിടക്കുന്നത്? 25ൻ്റെ മേളിലാണ് അല്ലേ? അപ്പോൾ അത് മാത്രം റിപ്പീറ്റ് ചെയ്യും, 7 എന്ത് ചെയ്യത്തില്ല? റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇതാണ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ? എങ്ങനെ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ ആദ്യം പഠിച്ചു. എന്താ? ഏത് നമ്പറാണോ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പഠിച്ചു അല്ലേ? അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിട്ട് വരും? 9 ആയിട്ട് വരുന്നതാണ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പഠിച്ചു. അടുത്ത പ്യുവർ റിക്കറിങ് ഫ്രാക്ഷൻ എന്തുവാ? എത്ര നമ്പറാണോ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഡെസിമലിന് ശേഷമുള്ള എല്ലാ നമ്പറും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ആ നമ്പർ എഴുതിയിട്ട് എത്ര നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ 3 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3 9s കൊടുക്കും ഡിനോമിനേറ്ററിൽ. അപ്പം റിക്കറിങ് കൺവെർട്ട് ചെയ്യുന്നത് ഇങ്ങനെയും പ്യുവർ റിക്കറിങ് കൺവെർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുമാണ്. ഇനി മിക്സഡ് റിക്കറിങ് ഡെസിമൽ എങ്ങനെ കൺവെർട്ട് ചെയ്യാം? ടു കൺവെർട്ട് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ ഇൻറ്റു സിമ്പിൾ ഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ 0.36. ഇതിനർത്ഥം എന്താ? ഇതിനകത്ത് എന്ത് മാത്രം റിപ്പീറ്റ് ചെയ്യും? 6 മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 6 മാത്രം റിപ്പീറ്റ് ചെയ്യും അല്ലേ? ഇതാണ് ഇതിനർത്ഥം. ഇതിനെ എങ്ങനെയാണ് ഒരു സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കണം. ഫ്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണമല്ലോ. അപ്പോൾ ആദ്യമേ ന്യൂമറേറ്ററിനകത്ത് എന്തൊക്കെ കാര്യം ഉൾപ്പെടുത്തുമെന്ന് നോക്കിയേ. ആദ്യം നമുക്ക് തന്നേക്കുന്ന നമ്പർ അതേപോലെ എഴുതുക. 36. ഇനി അതിൽ നിന്നും റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ ഉണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ ഏതാ? റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ 3. ഈ 3യെ മൈനസ് ചെയ്യുക. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പർ അതേപോലെ എഴുതുക. അതിൽ നിന്നും റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിനെ മൈനസ് ചെയ്യുക. ഡിനോമിനേറ്ററായിട്ട് ഇത്രയാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും
റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ മൈനസ് ചെയ്യുക. ഡിനോമിനേറ്ററിലാണെങ്കിൽ നമ്മൾ നോക്കണം ഇവിടെ എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്? 6 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. 6 എന്ന് പറയുന്ന ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര 9 കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു 9 കൊടുക്കണം അല്ലേ. ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 9 ഡിനോമിനേറ്ററിൽ കൊടുക്കണം. അത് കൊടുത്തു. ഇനി എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്യാത്തത്? ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? ഒരു 0 കൊടുക്കുക. എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. എത്ര നമ്പറാണോ എത്ര ഡിജിറ്റാണോ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. ഒരു ഡിജിറ്റാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു 9 കൊടുത്തു. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ 2 9 കൊടുക്കുമായിരുന്നു. ഇനി റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ ഏതാണെന്ന് നോക്കണം. അതിന് പകരം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. ആ നമ്പറിന് പകരം 0 കൊടുക്കുക. എന്നിട്ട് ആൻസർ എഴുതുക. 36 മൈനസ് 3 33 ഡിവൈഡഡ് ബൈ 90. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11/30 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ 0.36. ഇതിൽ 6 റിപ്പീറ്റ് ചെയ്യും. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. 3 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 6 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ 0.3666 എന്നിങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിനെ ഒരു സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ആദ്യം തന്നിരിക്കുന്ന നമ്പർ അതേപോലെ എഴുതുക. അതിൽ നിന്നും എന്ത് ചെയ്യുക? റിക്കറിങ് അല്ലാത്ത റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ മൈനസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ. ഇനി എത്ര നമ്പറാണ് ഇവിടെ ഡിജിറ്റ്, എത്ര ഡിജിറ്റാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇവിടെ 6 എന്ന് പറയുന്ന ഒരേ ഒരു ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ ഒരു 9 കൊടുക്കണം. ഇനി റിപ്പീറ്റ് ചെയ്യാത്ത എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ, അതിന് പകരം ഒരു 0 കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യുമ്പം 33 ഡിവൈഡ് ബൈ 19 എന്ന് കിട്ടും. ഇതാണ് സിമ്പിൾ ഫ്രാക്ഷൻ. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇനി നമുക്ക് വേറൊരു കണക്കും കൂടെ ചെയ്ത് നോക്കാം. 0.572. ഇവിടെ നോക്കിയേ, 7ഉം 2ൻ്റെ മേലാണ് നമ്മൾ ആ ബാർ സൈൻ കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ആ നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്യും. അപ്പം 5 7 2 7 2 എന്നിങ്ങനെ പോകും അല്ലേ. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ അനുസരിച്ച് ആദ്യമേ ആ നമ്പർ എടുത്തെഴുതുക. തന്നിരിക്കുന്ന നമ്പർ അതേപോലെ എടുത്തെഴുതുക. ഇനി ആ നമ്പറിൽ നിന്നും റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ മൈനസ് ചെയ്യുക. ഏതാ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ? 5 ആണ് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ. ആ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററായിട്ട് എന്ത് എഴുതണം? എത്ര ഡിജിറ്റാണോ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ 7ഉം 2ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 ഡിജിറ്റ് വീതമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 9 കൊടുക്കണം. ഇനി എന്ത് ചെയ്യണം? ഇനി റിപ്പീറ്റ് ചെയ്യാത്ത എത്ര ഡിജിറ്റ് ഉണ്ട്? 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റേ ഉള്ളൂ റിപ്പീറ്റ് ചെയ്യാത്ത. അപ്പോൾ ഒരു ഡിജിറ്റിന് പകരം ഒരു 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്ത്? 572 മൈനസ് 5 ഡിവൈഡഡ് ബൈ 990 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 567 ഡിവൈഡ് ബൈ 990. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം അതുവഴി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം 3 തരത്തിലുള്ള ഡെസിമൽ ഫ്രാക്ഷൻസ് ഉണ്ടായിരുന്നു. റെക്കറിങ് ആണെങ്കിൽ ഒരു ഡിജിറ്റ് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എപ്പോഴും ഡിനോമിനേറ്റർ എന്തായിരിക്കും? 9 ആയിരിക്കും. ഇനി അടുത്തത് പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ. എന്തായിരുന്നു പ്രത്യേകത? ആ ഡെസിമലിന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്ത് സിമ്പിൾ റിക്കറിങ് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്യുവർ റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്ത് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് വരും? എത്ര ഡിജിറ്റാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9s വരും. ഇപ്പോൾ 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ 2 9 വരും. 3 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ 3 9 വരും. എത്ര ഡിജിറ്റ് വീതമാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9s ആയിരിക്കും ഡിനോമിനേറ്ററായിട്ട് എടുക്കുന്നത്. മിക്സഡ് റിക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ എന്താ? അതിനകത്ത് ചില നമ്പേഴ്സ് ഡെസിമലിന് ശേഷമുള്ള ചില നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യും, ചില നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്നും കൂടെ പഠിച്ചു നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്.
അപ്പം കുറേ ഫ്രാക്ഷൻസ് നമുക്ക് തരുന്നു. കുറേ ഫ്രാക്ഷൻസ് തന്ന ഏതാണ് വലിയ ഫ്രാക്ഷൻ, ഏതാണ് ചെറിയ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ ഇതിനെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? കുറേ ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിലേതാണ് വലിയ ഫ്രാക്ഷൻ ഏതാണ് ചെറിയ ഫ്രാക്ഷൻ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബൈ കൺവെർട്ടിങ് ഇൻറ്റു ഡെസിമൽ ഫസ്റ്റ് വഴിയാണ് എന്ത് ചെയ്യുക, തരുന്ന ഫ്രാക്ഷനെ ഡെസിമൽ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക. നോക്കാം, ഇതൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 15/16, 9/10, 7/8, 11/12. ഇങ്ങനെ 4 ഫ്രാക്ഷൻസ് തന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്മാളസ്റ്റ്, ഇതിനകത്തിലെ ഏറ്റവും ചെറിയ ഡെസിമൽ ഏതാണ്, സ്മോളസ്റ്റ് ഡെസിമൽ ഏതാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഈ 4 ഫ്രാക്ഷനകത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ഉള്ള ഫ്രാക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേ ആണ് ബൈ കൺവെർട്ടിങ് ഇൻറ്റു ഡെസിമൽ. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എല്ലാം ഡെസിമൽ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക. എങ്ങനെയാണ് ഡെസിമൽ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്? ഇതിനെല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നടക്കുമോ? ഇല്ല. അപ്പം നമ്മളൊരു പോയിൻ്റ് ഇവിടെ ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു 0. ഇനി 150 ഡിവൈഡഡ് ബൈ 16 എത്ര കിട്ടും നമുക്ക്? ആദ്യം 9 ചെയ്യാം അല്ലേ, 16നെ 9 ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 9375 എന്ന് കിട്ടും. എന്ത് ചെയ്യുക, ഇത് ഓരോ നമ്പറിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുക. 15നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.9375 എന്ന് കിട്ടും. ഓക്കെ, 15നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0.9375 എന്ന് കിട്ടും. അടുത്ത 9നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? അതേ നോക്കിയേ, ഇത് ഏത് തരം ഫ്രാക്ഷനാണ്? നോക്കി, ഇത് ഏത് തരം ഫ്രാക്ഷനാണ്? ഇതാണ് ഡെസിമൽ ഫ്രാക്ഷൻ അല്ലേ. ഡിനോമിനേറ്റർ 10 10ൻ്റെ പവർ വരുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഇതിനെങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്? 9 അതേപോലെ എഴുതുക. ഇനി താഴെ ഡിനോമിനേറ്ററിനകത്ത് എത്ര 0 ഉണ്ടെന്ന് നോക്കണം. എത്ര സീറോസ് ഉണ്ട്? ഒരു 0. അപ്പോൾ ഒരു ഡിജിറ്റ് മാറ്റി നമ്മൾ എന്ത് കൊടുക്കണം? ഡെസിമൽ കൊടുക്കണം. അപ്പം 0.9 എന്ന് കിട്ടും. അടുത്ത 7/8, ആൻസർ എത്ര കിട്ടും? 7/8 0.875. അടുത്ത 11/12, ആൻസർ എത്ര കിട്ടും? 0.9167 എന്ന് കിട്ടും. 0.9167 എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ആൻസർ കിട്ടും അല്ലേ. ഇതെല്ലാം നോക്കിയാൽ ഡെസിമൽ നമ്പേഴ്സ് അല്ലേ, ഇതെല്ലാം ഡെസിമൽ നമ്പേഴ്സാണ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാ? ഇതിനകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഇതേ ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ എത്ര? 0.875. ബാക്കിയെല്ലാം കണ്ടോ 9. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് 0.875 എന്ന് വെച്ചാൽ 7/8 ആണ് ഏറ്റവും സ്മോളസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വഴി നമ്മൾ പഠിച്ചു. എന്താ ഫസ്റ്റ് വഴി? ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ എല്ലാം ഫസ്റ്റ് വഴി എന്താ? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് എല്ലാം ചെയ്യുക. ഓക്കെ, അതിനെ ഡെസിമൽ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. 9 ഡിവൈഡ് ബൈ 10, 9 ഡിവൈഡ് ബൈ 10 ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ ആൻസർ ഇങ്ങനെ ഓരോന്നും ചെയ്ത് ആൻസർ എടുത്ത് എഴുതണം. ആൻസർ എടുത്ത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? അതിൽ നോക്കുക, ഡെസിമൽ നമ്പേഴ്സിനകത്ത് ഏറ്റവും ചെറുത് ഏതാണ്? അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. ഇനി ഇതിനകത്തിലെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാ? ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചതിനകത്ത് ഏറ്റവും വലുത് ഇതാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഏറ്റവും വലുത് 15/16. മനസ്സിലായോ? ഓക്കെ. ബൈ ഇക്വേറ്റിംഗ് ദ ഡിനോമിനേറ്റർ. ഇനി എന്ത് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സിന് അടുത്ത വഴിയാണ് ബൈ ഇക്വേറ്റിംഗ് ദ ഡിനോമിനേറ്റർ. കുറേ ഫ്രാക്ഷൻസ് തന്നിട്ട് കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ അതിലേതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൻ്റെ LCM കണ്ടിട്ട് ആ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുക. ഉദാഹരണം പറയുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുക 5/7, 9/11,
7/8. ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 5/7, 9/11, 7/8. ഈ 3 നമ്പേഴ്സിനകത്ത്, ഈ 3 ഫ്രാക്ഷനകത്തിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്ന് ചോദിക്കാം. ഏറ്റവും സ്മോളസ്റ്റ്. അതേപോലെ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. ലാർജസ്റ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ രണ്ടും നോക്കാം നമുക്ക്. ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്. ഇതിന് ഫസ്റ്റ് നമ്മളൊരു മെത്തേഡ് പഠിച്ചു. ഏതാ ഫസ്റ്റ് പഠിച്ച മെത്തേഡ് എന്തുവായിരുന്നു? ബൈ കൺവർട്ടിങ് ഇൻറ്റു ഡെസിമൽ. ഇതിനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റും അല്ലേ. ആ ഡെസിമൽ നോക്കിയിട്ട് ഏറ്റവും വലിയ ഡെസിമൽ ആരുടെയാണെന്ന് നോക്കിയാൽ അത് വലിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ ഡെസിമൽ ആരുടെയാണെന്ന് നോക്കിയാൽ അത് ചെറിയ ഫ്രാക്ഷൻ. അത് ഒന്നാമത്തെ വേ പഠിച്ചു. ഇത് രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വേറ്റിംഗ് ദ ഡിനോമിനേറ്റർ. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ 7, 11, 8. ഈ മൂന്ന് ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഈ 3 ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ 3 ഡിനോമിനേറ്ററിനും പകരം 3ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. 3ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. എങ്ങനെയാണ് നമ്മൾ സെയിം ആക്കുന്നത്? എന്താ അതിന് ചെയ്യാറുള്ളത്? ദേ LCM കാണണം. 7, 11, 8 ഇതിൻ്റെ LCM കാണണം. നോക്കിയേ, LCM കാണാൻ ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല അല്ലേ. 7, 11, 8 എന്ന് പറയുന്നൊരു കോമൺ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 × 11 × 8 ആയിരിക്കും LCM. 7 × 11 × 8 ആയിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് LCM കിട്ടി 616. 616 എന്നുള്ളതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ നമ്പറിനെയും ആ LCMലേക്ക് കൺവെർട്ട് ചെയ്യണം. ഫസ്റ്റ് 5/7. അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? 616 വരണം. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ എന്ത് വരണം? ഈ LCM കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, ഈ LCM കിട്ടിയ നമ്പർ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ ആക്കണം. അപ്പം 5/7 ഇതിനകത്തുള്ള ഡിനോമിനേറ്റർ 7 അല്ലേ. ഈ 7നെ എങ്ങനെ 616ലേക്ക് കൺവെർട്ട് ചെയ്യും? നോക്കിയേ, 7ൻ്റെ കൂടെ എന്തൊക്കെ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് നമുക്ക് 616 കിട്ടിയത്? എന്തൊക്കെ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് നമുക്ക് 616 കിട്ടിയത്? 11ഉം 8ഉം കൂടെ ഗുണിച്ചപ്പോഴാണ് 616 കിട്ടിയത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? 11 × 8. 11 × 8 എത്ര കിട്ടും? 88. അപ്പോൾ 7ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 88 ഗുണിക്കണം. അപ്പോൾ നമുക്ക് കിട്ടും 616. താഴെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിക്കുന്നത് ആ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും ഗുണിക്കുക. അപ്പോൾ 5 × 88 എന്നും കിട്ടും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 414 എന്ന് കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൻ്റെ LCM കാണുക. ഇവിടെ കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 3 നമ്പറും കൂടെ ഗുണിക്കുന്നതായിരിക്കും LCM. അങ്ങനെ 3 നമ്പറും കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് 616 എന്ന് കിട്ടി. എന്ത് ചെയ്യണം? ഇനി എല്ലാ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ 616 എന്ന നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്യണം. അങ്ങനെ കൺവെർട്ട് ചെയ്യാൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5/7. അതിൻ്റെ 7 എന്ന് പറയുന്നതിനെ 616ലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ നോക്കിയേ, 7ൻ്റെ കൂടെ എന്ത് ചെയ്തേക്കുന്നു? 88 ഗുണിച്ചപ്പോഴാണ് 616 കിട്ടിയത്. അപ്പോൾ ആ 88 ഗുണിച്ചു. താഴെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും ഗുണിക്കണം. ഇനി അടുത്തത് അടുത്തത് 9/11. നോക്കിയേ, 9ൻ്റെ ഡിനോമിനേറ്റർ എത്ര കിടക്കുന്നത്? 11 അല്ലേ. ഈ 11നെ 616ലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ തമ്മിൽ ഗുണിക്കണം? 7ഉം 8ഉം കൂടെ ഗുണിക്കണം അല്ലേ. എന്ന് വെച്ചാൽ 56 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 56 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 616 എന്ന് കിട്ടും. ദെൻ ന്യൂമറേറ്ററിലുള്ള 9നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ 56 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതേ 56 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പം 504 എന്ന് കിട്ടും. അപ്പം 504/616 എന്ന് കിട്ടി. അപ്പോൾ 2 നമ്പർ നമുക്ക് കിട്ടി. ഇനി അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ ഏതാ? അടുത്ത നമ്പർ 7/8. ഇതാണ് അടുത്ത നമ്പർ 7/8. എന്ത് ചെയ്യണം? നമുക്ക് 8 616 ആകണം. 8 616 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 7 × 11 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 7 × 11 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് വെച്ചാൽ 77 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും, ആൻസർ കിട്ടും 539/616. ഓക്കെ, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ നോക്കിയേ, 616.
ഓക്കെ, അപ്പോൾ എല്ലാത്തിനെയും സെയിം ഡിനോമിനേറ്ററുള്ള നമ്പറാക്കി മാറ്റി. നമുക്കിനി അത് എടുത്തെഴുതാം. ഓക്കെ, 5/7 വരെ നമ്മൾ എന്ത് എഴുതാം? 440. നമുക്ക് കിട്ടിയ 440/616. അടുത്ത 9/11 പകരം നമുക്ക് 504/616 എന്ന് എഴുതാം. അടുത്ത 7/8 പകരം 539/616 എന്ന് എഴുതാം. ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ കണ്ടോ? സെയിമാ അല്ലേ? ഡിനോമിനേറ്റർ സെയിമാ. ഇനി നോക്കണം, ഇതിനകത്തിൽ ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ കിട്ടിയ ആരാണെന്ന് നോക്കണം. ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ കിട്ടിയത് 440 അല്ലേ? 5/7 ആണ്. അപ്പോൾ അതാണ് ഏറ്റവും ചെറിയ നമ്പർ. ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ കിട്ടിയ ആളാണ് ചെറിയ നമ്പർ. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പോഴാണെങ്കിൽ ന്യൂമറേറ്റർ ഏറ്റവും ചെറിയ കിട്ടിയ ആളാണ് ചെറിയ നമ്പർ. അതിനേക്കാൾ വലിയ നമ്പർ ഏതാ? അതിനേക്കാൾ തൊട്ട് വലുത് 504. അപ്പോൾ ഇതിനേക്കാൾ തൊട്ട് മുകളിലുള്ള ആൾ ഇത്. ഏറ്റവും വലിയ നമ്പർ ഏതാ? ഇത് 539 വന്ന് 7/8 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേറ്റിംഗ് ബൈ ദി ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ദെൻ അതിൽ ഡിനോമിനേറ്റർ സെയിം ആയാൽ ന്യൂമറേറ്റർ ഏതാണോ ചെറുത് ആ നമ്പർ ആയിരിക്കും ഏറ്റവും ചെറുത്. ന്യൂമറേറ്റർ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും ഏറ്റവും വലുത്. കുറേ നമ്പേഴ്സ് എഴുതുന്നു. 5/9, 7/9, 4/9, 2/9 അല്ലേ? ഈ ഫ്രാക്ഷൻസിൻ്റെ എല്ലാ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ നമ്മൾ എന്ത് ഫ്രാക്ഷൻ എന്നാണ് വിളിച്ചത്? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിച്ചു. അപ്പം ലൈക്ക് ഫ്രാക്ഷൻസിനകത്തിൽ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാ, ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? ന്യൂമറേറ്റർ വലുതായിട്ട് വരുന്ന നമ്പർ വലിയ സംഖ്യയായിരിക്കും. ന്യൂമറേറ്റർ വലുതായിട്ട് വരുന്ന സംഖ്യ വലിയ നമ്പറായിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ന്യൂമറേറ്ററിനകത്തിൽ ഏറ്റവും വലിയ നമ്പർ, ലാർജസ്റ്റ് നമ്പർ ഏതാ? ഓക്കെ, ന്യൂമറേറ്റർ ഇവിടെ വലിയ നമ്പർ ഏതാണെന്ന് നോക്കണം. 7 ആണ് വലിയ ന്യൂമറേറ്റർ. അപ്പോൾ 7/9 ആണ് വലിയ നമ്പർ. ഏറ്റവും സ്മോളസ്റ്റ് എന്തായിരിക്കും അന്നേരം? സ്മോളസ്റ്റ് ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ട് വരുന്ന നമ്പർ ഏതാണോ അതാണ് ഏറ്റവും സ്മോളസ്റ്റ്, 2/9. അപ്പോൾ എന്താ പറഞ്ഞത്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിട്ട് വരുന്ന ലൈക്ക് ഫ്രാക്ഷനകത്തിൽ ന്യൂമറേറ്റർ ഏറ്റവും വലുത് ഏതാണോ ആ ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ഏറ്റവും ചെറുത് ഏതാണോ ആ ഫ്രാക്ഷൻ ആയിരിക്കും ചെറിയ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനകത്തിൽ ന്യൂമറേറ്ററിനകത്തിൽ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിനകത്ത് ചെറിയ നമ്പർ ഏതാണോ അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. 7/9, 7/11, 7/10, 7/8. നോക്കിയേ, എന്താ പ്രത്യേകത? ഇവിടുത്തെ ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് അല്ലേ? അൺലൈക്ക് ഫ്രാക്ഷൻ. അങ്ങനെ അൺലൈക്ക് ഫ്രാക്ഷൻസിനകത്തിൽ ചെറുതേതാ വലുതേതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷനകത്തിൽ ഡിനോമിനേറ്റർ ചെറുത് ഏതാണോ, ഫ്രാക്ഷനകത്തിലെ ഡിനോമിനേറ്റർ ചെറുത് ഏതാണോ, ഇവിടെ ഡിനോമിനേറ്റർ ചെറുത് ഏതാ? 8 എന്നുള്ളതാണ് ചെറിയ ഡിനോമിനേറ്റർ അല്ലേ? ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ള നമ്പർ ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. അപ്പോൾ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഡിനോമിനേറ്റർ ചെറുതായ ഫ്രാക്ഷനാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ഇനി ഡിനോമിനേറ്റർ വലുതായ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അതായിരിക്കും ഇതിനകത്തിലെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ, 7/11. അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷൻസിനകത്തിൽ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനകത്തിൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആർക്കാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ആർക്കാണോ അയാളായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ലൈക്ക് ഫ്രാക്ഷനകത്ത് നേരെ തിരിച്ച്. ലൈക്ക് ഫ്രാക്ഷനകത്തിൽ എന്താ പറയുന്നത്? അതിനകത്തിലെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിരിക്കും. ന്യൂമറേറ്ററിൽ ഏതാണോ വലിയ നമ്പർ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിൽ ഏതാണോ ചെറിയ നമ്പർ അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. ഇനി അൺലൈക്ക് ഫ്രാക്ഷനകത്ത് വരുമ്പോൾ ന്യൂമറേറ്റർ എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അത് വലിയ ഫ്രാക്ഷനും ഡിനോമിനേറ്റർ വലുത് ഏതാണോ അത് ചെറിയ ഫ്രാക്ഷനും ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത വേറൊരു രീതി എന്ന് പറയുന്നത്, വേറൊരു ക്വസ്റ്റ്യൻ, 4/7, then 2/5, 3/4, 5/9.
ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ല, ഡിനോമിനേറ്റർ എല്ലാം ഡിഫറെൻ്റ് ആണ്, ന്യൂമറേറ്റർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ലൈക്ക് ഫ്രാക്ഷനുമല്ല, അൺലൈക്ക് ഫ്രാക്ഷനുമല്ല അല്ലേ. ഇവിടെ നമ്മൾ സാധാരണ ഫ്രാക്ഷൻസാണ്. ഈ ഫ്രാക്ഷൻസ് ചെയ്യാൻ രണ്ട് വഴി പറഞ്ഞു. ഒന്ന് ബൈ ഡെസിമലും അല്ലേ, ബൈ കൺവർട്ടിങ് ഇൻറ്റു ഡെസിമൽ. ഒന്നാമത്തെ നമ്മൾ ഡെസിമലിലോട്ട് കൺവർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വലുതേതാണ് ചെറുതേതാണെന്ന് അത് പഠിച്ചു. അടുത്തത് ഇക്വേറ്റിംഗ് ഡിനോമിനേറ്റർ പഠിച്ചു. ഡിനോമിനേറ്ററിനെല്ലാം സെയിം ആക്കിയിട്ട് അതിൽ വലുതേതാണ് ചെറുതേതാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയും പഠിച്ചു. ഇനി അടുത്തൊരു രീതിയാണ് സിമ്പിൾ രീതി. എന്ത് ചെയ്യണമെന്നറിയാവോ, ഇതിനകത്തിൽ ന്യൂമറേറ്ററിലെല്ലാം നമ്മൾ ഓരോ 0 ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലെല്ലാം ഓരോ 0 ഇട്ട് കൊടുക്കണം. അപ്പം 4/7 എന്നുള്ളത് എന്താവും, 40/7 ആകും. 2/5 എന്നുള്ളത് 20/5 ആവും. 3/4 എന്നുള്ളത് 30/4 ആവും. 5/9 എന്നുള്ളത് 50/9 ആവും. അപ്പം ക്വസ്റ്റ്യനകത്തിൽ ന്യൂമറേറ്ററിലെല്ലാം ഓരോ 0 ഇട്ട് കൊടുക്കുക. ഇനി 40/7 ചെയ്ത് നോക്കിയേ. 40/7 5 ബൈ റിമൈൻഡർ 5. ഇവിടം വരെ ചെയ്താൽ മതി. ഇവിടുത്തെ കോഷ്യൻ്റ് എത്ര, 5. ആ 5 എടുത്ത് എഴുതുക. റിമൈൻഡർ ചെയ്ത് അടുത്ത ഡെസിമൽ പോയിൻ്റ് ഇട്ട് ചെയ്തൊന്നും പോകണ്ട, നമുക്ക് ജസ്റ്റ് റിമൈൻഡർ കിട്ടുന്നത് വരെ ചെയ്താൽ മതി. അടുത്ത 20/5 ആൻസർ അറിയാം, 4. അടുത്ത 30/4 ചെയ്ത് നോക്കിയാൽ 30/4 എത്ര കിട്ടും, 7, 28, 2 എന്ന് കിട്ടും. ഓക്കെ, റിമൈൻഡർ. ഇവിടുത്തെ കോഷ്യൻ്റ് എത്ര കിട്ടി, 7 കിട്ടി അല്ലേ. ഇനി 50/9 എത്ര, 5 എന്ന് കിട്ടും അല്ലേ. ഇവിടെ നോക്കിയേ, 40/7 നമുക്ക് 5 കിട്ടി, 20/5 നമുക്ക് 4 കിട്ടി, 30/4 നമുക്ക് 7 കിട്ടി, 50/9 5 കിട്ടി. ഇവിടെ നോക്കിയേ, ഏറ്റവും വലിയ സംഖ്യ ഏതാ, ഈ കിട്ടിയ 5, 4, 7, 5 ഇതിനകത്തുള്ള വലിയ നമ്പർ ഏതാ, 7 ആണ് അല്ലേ. വലിയ നമ്പർ 7 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ 3/4 ആണ്. വലിയ നമ്പർ 7 കിട്ടി, നമുക്ക് പറയാൻ അതിലെ ഏറ്റവും വലിയ സംഖ്യ 3/4 ആണ്. ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും, 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇതിനകത്തിലെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/5 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/5ഉം ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/4ഉമാണ്. മനസ്സിലായോ? ഇത് എളുപ്പമുള്ളൊരു വഴി. എന്താ ചെയ്യുന്നത്, നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ എല്ലാം ന്യൂമറേറ്ററിൽ 0 ഇട്ട് കൊടുക്കുക. ഫ്രാക്ഷൻസിൻ്റെ എല്ലാ ന്യൂമറേറ്ററിൽ 0 ഇട്ട് കൊടുക്കുക, അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് ആ കോഷ്യൻ്റ് മാത്രം എടുത്തെഴുതുക. എന്നിട്ട് കോഷ്യൻ്റ് എടുത്തെഴുതിയ കോഷ്യൻ്റിനകത്തിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. ഇതാണ് സിംപ്ലസ്റ്റ് മെത്തേഡ്. എളുപ്പം ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. ഇത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. ഒന്നുമില്ല, ന്യൂമറേറ്ററിനകത്ത് ഒരു 0 ഇട്ട് കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക. ആൻസറിനകത്തിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതാണ് ചെറിയ ഫ്രാക്ഷൻ. ഇത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.